ബൈബിളിലെ ഒരു പുസ്തകമാണ് സഭാപ്രസംഗിയുടെ പുസ്തകം. ശലോമോൻ പറയുന്നു, എൻ്റെ കണ്ണ് ആഗ്രഹിച്ചതൊന്നും ഞാൻ അതിന് നിഷേധിച്ചില്ല, എൻ്റെ ഹൃദയത്തിന് ഒരു സന്തോഷവും വിലക്കിയില്ല, എന്നാലെല്ലാം മായ എന്ന് അദ്ദേഹം പറയുന്നു. വർഷങ്ങൾക്ക് മുമ്പ് പാലക്കാട് ഞാൻ കോളേജ് വിദ്യാർത്ഥികളുടെ ഇടയിൽ സുവിശേഷം അറിയിക്കുന്ന സമയം ഒലവക്കോട്ടെ ലോഡ്ജിൽ എൻ്റെ മുറിയിലിരുന്ന സഭാപ്രസംഗിയുടെ പുസ്തകം വായിക്കുമ്പോഴാണ് ഞാൻ ഈ പാട്ട് കമ്പോസ് ചെയ്തത്. ഈ ലോകം നൽകുകില്ല സന്തോഷം സമാധാനം, ഈ കാണുന്നതെല്ലാം മായ. സങ്കീർത്തനം 39:5 പറയുന്നു, നീ എൻ്റെ നാളുകളെ 4 വിരൽ നീളമാക്കിയിരിക്കുന്നു. മനുഷ്യന്റെ ആയുസിന്റെ നീളം അവലോകനം ചെയ്ത ദാവീദ് രാജാവ് യഹോവയായ ദൈവം മനുഷ്യന് കനിഞ്ഞു നൽകിയ കാലഘട്ടത്തെ 4 വിരൽ നീളത്തോട് ഉപമിച്ചിരിക്കുന്നു. നമ്മുടെ ജീവിതം 4 കാലഘട്ടങ്ങളിലൂടെ കടന്നു പോകും. ഏതാണ് ഈ കാലഘട്ടങ്ങൾ? ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം. നിങ്ങളുടെ കൈയുടെ ചെറുവിരൽ മുതൽ ഇങ്ങനെയൊന്ന് ഉയർത്തിക്കേ, ഇങ്ങനെ ഇവരുടെ വിരലുകൾ ഇങ്ങനെയൊന്ന് ഉയർത്തിക്കേ. ഓക്കെ, ഇതില് ഈ 3-ാം വിരലായ യൗവനം മറ്റെല്ലാറ്റിനേക്കാളും തലയെടുപ്പോടെ നിൽക്കുന്നത് കാണുവാനായിട്ട് സാധിക്കും. ഏറ്റവും നീളം കൂടിയ വിരലും ഇത് തന്നെയാണ്. യൗവനം എന്ന് പറയുന്നത് തലയെടുപ്പിന്റെ കാലഘട്ടമാണ്. മനുഷ്യന്റെ ആയുസ്സിലെ ഏറ്റവും നീളമുള്ള കാലഘട്ടം യൗവനമാണ്. ആർക്കും വഴങ്ങാത്ത കാലഘട്ടവും ഇത് തന്നെയാണ്. ബാല്യവും കൗമാരവും സ്വപ്നങ്ങളുടെ കാലഘട്ടമാണെങ്കിൽ യൗവനം ആ സ്വപ്നങ്ങളുടെ സാക്ഷാത്കാരത്തിന്റെ കാലഘട്ടമാണ്. കൗമാരം ദർശനങ്ങളുടേതാണെങ്കിൽ യൗവനം ദർശന സമാപ്തിയുടേതാണ്. കൗമാരം പൂമൊട്ടാണെങ്കിൽ വിടർന്നു തെളിഞ്ഞ് സൗരഭ്യം പരത്തുന്ന പൂക്കാലമാണ് യൗവനം. അപ്പൊ യൗവനം നേട്ടങ്ങളുടെ കാലഘട്ടമാണെങ്കിൽ വാർദ്ധക്യം പിന്തിരിഞ്ഞു നോക്കുവാനുള്ള കാലമാണ്, അവലോകനത്തിന്റെ കാലമാണ്. നേടിയ നേട്ടത്തിന്റെയും കോട്ടത്തെയും ഓർത്ത് സന്തോഷിക്കുവാനും ദുഃഖിക്കുവാനുള്ള സമയമായി മാറും. എന്നാൽ യൗവനത്തിൽ നേട്ടം കൊയ്യണമെങ്കിൽ ബാല്യത്തിൽ നല്ല സ്വപ്നങ്ങൾ നെയ്തു കൂട്ടേണ്ടതുണ്ട്. യൗവനത്തിൽ ദർശനപൂർത്തി പ്രാപിക്കണമെങ്കിൽ കൗമാരഘട്ടത്തിൽ തന്നെ ദർശനം ഉളവാകേണ്ടതാണ്. നമ്മുടെ വാർദ്ധക്യം ദുഃഖപൂർണമാകാതിരിക്കണമെങ്കിൽ യൗവനകാലത്ത് സൃഷ്ടാവിനെ അറിയുവാൻ സാധിക്കണം. 42 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ 19ാമത്തെ വയസ്സിൽ, അപ്പൊ എൻ്റെ പ്രായം നിങ്ങൾക്ക് കണക്കൂട്ടാലോ, 61 വയസ്സായി. 19ാമത്തെ വയസ്സിൽ യേശുവുമായിട്ട് വ്യക്തിപരമായ ബന്ധത്തിലേക്ക് വരുവാൻ സ്വർഗത്തിലെ ദൈവം എന്നോട് കരുണ കാണിച്ചു. ഞാൻ 42 വർഷമായി ശുശ്രൂഷയിലായിട്ട് ദൈവത്തിന്റെ കൃപയാണ്. പാസ്കൽ എന്ന് പറയുന്ന ഫിലോസഫർ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, there is a God's shaped vacuum in the heart of each man which cannot be satisfied by any created thing, only God himself through Jesus Christ. ദൈവത്തിന്റെ സൃഷ്ടിയായ മനുഷ്യന്റെ ഹൃദയത്തിൽ ദൈവാകൃതിയുള്ള ഒരു ശൂന്യതയുണ്ട്. ഈ ശൂന്യതയെ നികത്തുവാനായിട്ട് ലോകത്തിലെ ഒന്നിനും സാധ്യമല്ല, സർവശക്തനായ ദൈവത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് യൗവനകാലത്ത് സൃഷ്ടാവിനെ അറിയുവാനായിട്ട് ഇടയാകട്ടെ.